തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. വൈകിട്ട് 6 മണി വരെ നടക്കുന്ന കൊട്ടിക്കലാശം രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തി തെളിയിക്കുന്നതിനുള്ള വേദിയായി മാറും. മാനസ മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട പ്രചാരണത്തിന് ഇന്ന് കൊടിയിറങ്ങുകയാണ്. കൊട്ടിക്കലാശത്തോടെയാണ് അവസാന ദിവസമായ പരസ്യപ്രചാരണത്തിന്റെ കൊടിയിറക്കം. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് 7 ജില്ലകളിലാണ് നടക്കുന്നത്. രണ്ട് ഘട്ടങ്ങളിലായി 75,633 പേരാണ് മത്സര രംഗത്തുള്ളത്. 23,576 വാർഡുകളിലേക്കാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്നാൽ കണ്ണൂർ ജില്ലയിലെ 14 വാർഡുകളിൽ എതിർ സ്ഥാനാർത്ഥികൾ ഇല്ലാതായതോടെ ഇടതുമുന്നണി ഉജ്ജ്വല വിജയം നേടി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. 3 കോർപ്പറേഷൻ, 39 മുനിസിപ്പാലിറ്റി, 7 ജില്ലാ പഞ്ചായത്ത്, 75 ബ്ലോക്ക് പഞ്ചായത്ത്, 471 ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലാണ് ചൊവ്വാഴ്ച ജനങ്ങൾ വിധിയെഴുതുക. ആദ്യഘട്ടത്തിൽ 7 ജില്ലകളിൽ ചൊവ്വാഴ്ച വിധി എഴുതുമ്പോൾ ബാക്കിയുള്ള ജില്ലകളിൽ പരസ്യപ്രചാരണത്തിന് കൊടിയിറങ്ങും. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് ചൊവ്വാഴ്ച രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വികസന തുടർച്ച ഉറപ്പു നൽകിയുള്ള പ്രചാരണത്തിൽ LDF തന്നെയാണ് ഒരു പടി മുന്നിലുള്ളത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും LDFന് തന്നെയായിരുന്നു മേൽക്കോയ്മ. എന്നാൽ തീവ്ര വർഗീയ കൂട്ടുകെട്ടും MLAയുടെ ലൈംഗികാരോപണ കേസും UDFന് പ്രധാന വെല്ലുവിളിയാവുകയാണ്. മതിയായ സ്ഥാനാർത്ഥികളില്ലാത്തതായതോടെ BJPയും തെരഞ്ഞെടുപ്പ് ചിത്രത്തിലില്ല. അങ്ങനെ ഡിസംബർ 13-ന് വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതോടെ 1199 തദ്ദേശ സ്ഥാപനങ്ങളുടെ പുതിയ ഭരണസമിതിയിൽ ആര് വാഴും ആര് വീഴും എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ക്യാമറാമാൻ അജിത് കുമാറിനൊപ്പം മാനസ മനോജ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.